ഇതിലെന്താ ലാഭം എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നത്. പിഷാരടിയാണ് നമ്മൾ കുറെ നാളായിട്ട് സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തി. ആ പ്രായത്തിൽ ഒരു ലൈഫ് അത്രേ ഉള്ളൂ. എന്ത് കണ്ടാലും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹു കേഴ്സ്? എന്താണ് അദ്ദേഹമായിട്ടുള്ള ഒരു സൗഹൃദം അസോസിയേഷൻ? അതെന്താ എനിക്ക് നമുക്ക് പിടികിട്ടാത്ത ചോദിക്കാം കേട്ടോ. ഞാനിത് ഞാൻ പലതവണ പല സ്ഥലങ്ങളിൽ വെളിഞ്ഞു കയറി പോകാൻ പറ്റുമോ? ഇല്ല. നീ ഒന്ന് പോയി കാണിക്കും. ഇത് ഞാൻ ഈയിടയ്ക്ക് വേറെടുത്ത് പറഞ്ഞു. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്റർവ്യൂവിൽ എവിടെ പറഞ്ഞു, ഒരാളോട് നന്നായിട്ട് പെരുമാറിയ സംശയത്തോടെ നോക്കുന്ന ഒരു കാര്യം. നമ്മൾ കാണുന്ന പല സൗഹൃദങ്ങളിലും ഇതിലെന്താ ലാഭം എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ആളുകളെ സംബന്ധിച്ച് എന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഒരു ഉത്തരം കിട്ടുന്നുണ്ടാവും. അവന് സിനിമയിൽ കയറി അഭിനയിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ അല്ലെങ്കിൽ വേഷം കിട്ടാൻ വേണ്ടിയിട്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് എന്റെ ഭാഗത്തുനിന്ന് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഇവർക്ക് ഒരു ഉത്തരം കിട്ടുന്നുമില്ല. ഞങ്ങളുടെ പ്രൊഫൈൽ തമ്മിൽ മാച്ച് ആകാത്തതുകൊണ്ടായിരിക്കും ഈ ഒരു ഇതിനെ തമ്മിൽ ഇങ്ങനെ ഇതിനെ ഒരു സംശയത്തോടെ നോക്കി കാണേണ്ടതാണ്. സിനിമ സംവിധാനം ചെയ്തു. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹമായിട്ടുള്ള മിക്കവാറും പൊതുപരിപാടികൾ അല്ലെങ്കിൽ ആ ഫ്രെയിമുകളെല്ലാം നമ്മൾ രാവിലെ എണീറ്റ് എനിക്ക് തന്നെ ഒരു 5 കൊല്ലം മുമ്പ് ഇത് അറിയില്ലല്ലോ, നമുക്ക് ഇങ്ങനെ അവന്റെ വെട്ടുമല്ലോ ഇപ്പം. അപ്പൊ അങ്ങനെ അറിയില്ല. അപ്പൊ അതിനകത്ത് ഇതിലൊരു സത്യത്തിൽ ഇതിനകത്തൊരു ചോദ്യത്തിന്റെ പോലും പ്രസക്തിയുള്ള ഒരു കാര്യം അവിടെ സംഭവിക്കുന്നില്ല. ഞാൻ ചിന്തിക്കാറിയോ പിഷാരടിയുടെ സൗഹൃദമാണോ, സത്യസന്ധതയാണോ, അല്ലെങ്കിൽ ഞാൻ മമ്മൂട്ടി കമ്പനിയുടെ ഒരു സിനിമയിൽ പോലും ഇല്ല. എല്ലാ സിനിമയിലും ലൊക്കേഷൻ പോയിട്ടുള്ള ഞാൻ അഭിനയിച്ചിട്ടില്ല. ഞാൻ ഡയറക്ട് ചെയ്ത് 2 പടത്തിൽ ഞാൻ കയറി അഭിനയിച്ചിട്ടില്ല. എന്താ കാരണം നടക്കുമ്പോൾ അമ്മക്ക് എന്നോട് ഒരു വേഷം അതിലൊരു വേഷം, അത് എന്തിനാ വേറെ ആളെ നോക്കുന്നത്, നിനക്ക് തന്നെ ചെയ്തുകൂടെ എന്നോട് ചോദിച്ചിട്ട് ഞാൻ കയറി ചെയ്തിട്ടില്ല. അപ്പം ഇതൊന്നും ആളുകൾക്ക് ഒരു വിഷയം. അതും ഞാൻ ഈ പറഞ്ഞല്ലോ, രണ്ടത്തെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാ ചോദിക്കട്ടെ, എന്നൊക്കെ രസമല്ലേ. ഞാനും ധർമ്മനും 20 വർഷം നടന്നിട്ട് എന്നോട് ആരും ചോദിച്ചിട്ടില്ല. സീരിയസ് ആയിട്ട് നിങ്ങൾ എന്താ ആ ചോദ്യം എന്തുകൊണ്ട് വരുന്നു പറഞ്ഞാൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും മമ്മൂട്ടി എന്ന് പറഞ്ഞ ആൾ വളരെ ചൂടനാണെന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു അപ്പുറത്തെ ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെയാണ് പിഷാരടി മമ്മൂട്ടിയുടെ ഒപ്പം എല്ലാ ഫ്രെയിം കാറാത്തുണ്ട്, പുറത്തിറങ്ങിയാലുണ്ട്, പൊതുപരിപാടിയിലുണ്ട്, സിനിമ സംവിധാനം ചെയ്യുന്നു. അപ്പൊ ആ ചോദ്യം ഒരുപാട് തവണ പല സ്ഥലത്തും നമ്മുടെ ബാക്കിട്ട് നടന്നിട്ട് ഞങ്ങൾ 3 പേരൊക്കെ ഇരുന്നാലും നമ്മുടെ ഓർമ്മകൾ തുടങ്ങുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. നമുക്കൊരു ജനിച്ചൊരു 3 വയസ്സ് നമുക്ക് വേണം ഒരു ഓർമ്മ തുടങ്ങും. ആ ഓർമ്മകൾ തുടങ്ങുന്ന സ്ഥലത്ത് ഇവരൊക്കെ പർവ്വതം പോലെ നിൽപ്പുണ്ട്. ഞാനിപ്പം വടക്കം വിരോധ കാണാൻ പോയപ്പോഴൊക്കെ ഞാനായിരിക്കും, നമ്മൾ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇതിന്റെ അനൗൺസ്മെന്റ് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഓർമ്മകൾ തുടങ്ങുന്നിടത്തുനിന്ന് കണ്ട ഒരു വലിയ ആള് എനിക്ക് അവിടെ പോകാൻ അവസരം കിട്ടുന്നു. സിനിമയെ കുറിച്ച് നമ്മൾ കണ്ട കേട്ട ആ സിനിമകളുടെ ഒക്കെ നമ്മൾ വായിച്ച് കിട്ടിയ അറിവിനേക്കാൾ കൂടുതൽ അന്ന് ആ ലൊക്കേഷനിൽ എന്തായിരുന്നു, ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അത് കേൾക്കാൻ പറ്റുന്ന അതെനിക്ക് വലിയ ഒരു ഭാഗ്യവും എനിക്ക് വലിയ ഇഷ്ടവുമാണ്. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടം ചെയ്യുന്നൊന്നും ഭരണഘടനാ വിരുദ്ധമായി ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇവനൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിൽ ഒരു ലൊക്കേഷനിൽ പോകാനും അല്ലെങ്കിൽ ഒക്കെ പറ്റിയിട്ടുണ്ടാവും. നമുക്ക് ആ പ്രദേശത്ത് പോകാൻ പറ്റിയിട്ടില്ലല്ലോ, കണ്ടില്ല. അപ്പൊ അതൊക്കെ കേൾക്കാനൊക്കെ വലിയ സന്തോഷമുള്ളതുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെ കുട്ടിക്കാലത്ത് ദൂരം നിന്ന് കണ്ട മമ്മൂട്ടിയെ പിന്നെ അടുത്ത് കാണുകയും പരിചയപ്പെടുകയും അദ്ദേഹത്തോടൊപ്പം ഒരു വാഹനം സഞ്ചരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു അനുഭവം ഉണ്ടല്ലോ, വളരെ വലുതല്ലേ. വലിയ സന്തോഷമല്ലേ അതിനകത്ത്, വലിയ സന്തോഷമല്ലേ. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ആള് പോകുന്നത് എന്തുകൊണ്ടാണ്, ഇവരിതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്, അതൊന്ന് കാണണം, അതുകൊണ്ടാണ് എല്ലാവരും പോകുന്നല്ലാണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പം തൊട്ട് കേട്ട ഒരുപാട് പേർ പറഞ്ഞു കേട്ടൊരു വലിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അത്. ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജൈന്റ് ആയിട്ടുള്ള സ്പോട്ടാണ്. അപ്പൊ അവിടെ എനിക്കൊരു എൻട്രി ഉണ്ടെന്ന് പറയുന്നത് ഞാൻ വളരെ സന്തോഷത്തോടെ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്. മമ്മൂട്ടി വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ടോ? പ്ലാൻ ചെയ്യുന്നുണ്ടോ? നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അതൊന്നും പറയാറായിട്ടില്ല. അല്ല, അങ്ങനെ പറയാറായിട്ടില്ല, സിനിമയല്ലേ, അതുകൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും പൊതുവെ ചോദിക്കുന്ന കാര്യമാണ് ഈ പിഷാരടി എപ്പം നോക്കിയാലും. മമ്മൂട്ടി എവിടെ പോകുന്നു അവിടെ ആൻഡോ ജോസഫ് കാണും, പ്രൊഡ്യൂസർ രമേശ് പിഷാരടി കാണും, പിന്നെ ജോർജ് പിന്നെ അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് മാനായിട്ട് പിന്നെ പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളി എപ്പോഴും ഉണ്ട്. ചില സമയങ്ങളിൽ അൻവർ റഷീദ്, മാർത്താണ്ഡൻ, ഡയറക്ടർ മാർത്താണ്ഡൻ, ഇത്രയും പേരാണ് പൊതുവെ. പിന്നെ ചില സ്ഥലങ്ങളിൽ ഹൈബീഡം വരാറുണ്ട്, ചില മരണസ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ. പിഷാരടിയാണ് നമ്മൾ കുറേ നാളായിട്ട് സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തി. അപ്പം എവിടെ പോകുന്നുണ്ട് പിഷാരടി അവിടെ കാണാം. അതുകൊണ്ട് എല്ലാവരും കേൾക്കുന്നുണ്ട്, ഇയാളെന്തിനാണ് എപ്പോഴും മമ്മൂടിയുടെ കൂടെ, ഇയാൾക്ക് വല്ല ലാഭമുണ്ടോ? മനുഷ്യനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ പിഷാരടി പറഞ്ഞൊരു കാര്യമുണ്ട്, ചെറുപ്പം മുതൽക്കേ 3 വയസ്സ് മുതൽ ശരിയാണ്, നമ്മളെയൊക്കെ ഒരു ബാല്യം നമ്മൾ തുടങ്ങുമ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ ഈ 2 പേര് ഒരു പ്രതിഭാസം നമ്മൾ അവരുടെ വളർച്ചയുടെ കാലഘട്ടം നമ്മൾ കണ്ട് മനസ്സിലാക്കി മുമ്പോട്ട് വന്നു. അപ്പം നമ്മളിത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ചിത്രങ്ങളും മറ്റൊക്കെ. ദൂരദർശനിലൊക്കെ പലപ്പോഴും പല റിപ്പീറ്റഡ് ആയിട്ട് വരും, വേറെ ചാനലും നമ്മളപ്പോൾ ഇതിരുന്ന് കാണും വീണ്ടും. അപ്പം നമുക്കതൊരു വലിയ സംഭവമാണ്. അന്താരാഷ്ട്ര ചിത്രങ്ങളൊന്നും കാണാറില്ല എന്നാണ് നമ്മളൊക്കെ ഒരു ഏഷ്യാനെറ്റ് കേബിൾ വന്ന് പിന്നെ HBO വന്ന് അന്ന് പോലെയൊക്കെയാണ് നമ്മൾ. പിന്നെ അതിന് മുമ്പൊക്കെ നമുക്ക് എല്ലാ അന്താരാഷ്ട്ര ചിത്രവും ഈ തിയേറ്ററിൽ വരുന്ന ദൂരദർശനിൽ വരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പം മമ്മൂട്ടി, മോഹൻലാൽ അതൊക്കെ നമ്മുടെ നമുക്ക് നമ്മുടെ വീട്ടിലെ നമ്മൾ പേരൻസ്, നമ്മുടെ കൂട്ടുകാരൊക്കെ പോലെ തന്നെ ഒരു വ്യക്തിത്വമായിട്ട് നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കുന്നവരെ. എവിടെ പോയാലും ഈ പോസ്റ്ററുകൾ നമുക്ക് വഴിയിലൊക്കെ സ്ഥിരം പോസ്റ്റേഴ്സ്, മുടി വെട്ടാൻ പോകുമ്പം
നാനാ മാസിക എവിടെയെല്ലാം പോകുമ്പോൾ പത്രങ്ങളിലും ഇവരുടെ ഫോട്ടോസ്. അതുകൊണ്ട് നമ്മളൊരു ദിവസം ഇവരെ കാണാനൊരു ദിവസം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇന്നും ഒരുപാട് ആൾക്കാരുണ്ട്. അന്നത്തെ ലിമിറ്റഡ് ആക്ടേഴ്സേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒരുപാട് ആക്ടേഴ്സ് വന്ന്, ഒരുപാട് ഫിലിംസ് വന്ന്. അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് കിടക്കുന്നുണ്ട്. അപ്പം പിഷാരടി പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാനും യാത്ര ചെയ്യുന്ന വഴിക്ക് ഇതൊക്കെ ചോദിക്കാനും ഈ കഥകൾ കേൾക്കാൻ, പിഷാരടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള വ്യക്തിത്വമാണ് ഞാനും മനസ്സിലാക്കുന്നത്. നല്ലോണം കഥ പറയുമായിരിക്കും, നമുക്കറിയത്തില്ല, പറയുമായിരിക്കും. അപ്പം അത് കേൾക്കാനുള്ളൊരു അന്നങ്ങനെയാണ് ഇങ്ങനെയാണ്. അന്ന് ആ സമയത്തൊക്കെ ഹരിഹരനുമായിട്ട് ഞങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് പിഷാരടി. ഫ്രീ ടൈം കാണുന്നെങ്കിൽ പിഷാരടി പടങ്ങളും മറ്റു പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് പുതിയൊരു പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനും പുതിയ പടത്തെക്കുറിച്ച് സംസാരിക്കും. ഇടയ്ക്ക് മമ്മൂട്ടിയുടെ കൂടെ യാത്ര ചെയ്യുന്നു. ഇതൊക്കെ ഒരുപാട് വ്യക്തിപരമായ കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുത്തി ചോദിക്കുന്നത് ശരിയല്ല. അത് പേഴ്സണലി ചോദിച്ചാൽ കുഴപ്പമില്ല. ഒരു പബ്ലിക് മീറ്റിംഗ് എന്താണ് മമ്മൂട്ടിയുടെ കൂടെ പുള്ളി ഇരുത്തി പുഴുങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ പിഷാരടി പിന്നെ ഇതിനെയൊക്കെ ആ ഒരു തമാശ സെൻസിൽ എടുക്കുകയുള്ളൂ. മറ്റുള്ളവരോട് ഇപ്പോൾ മോഹൻലാലിനോട് എങ്ങനെ പോയി ചിരിച്ച് മോനെ എന്തിനാ മോനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല ഒരാളുടെ കൂടെ ഒരാൾ യാത്ര ചെയ്യുന്ന വെച്ചാൽ അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യമില്ല. എന്തിനാണ് മോനെ എന്തിനാണ് അതൊക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേറെ എന്തൊക്കെ ടോപ്പിക്കുകൾ സംസാരിക്കാന്ന് പറഞ്ഞാൽ മോഹൻലാൽ ചിലപ്പം ചാടിപ്പോകും. പിഷാരടി ആയതുകൊണ്ട് തമാശയായിട്ടെടുത്ത് ഇതിനിടയ്ക്ക് ധ്യാൻ ചെറുതായിട്ടൊന്ന് നടന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ലൊക്കേഷൻ പിന്നെ പണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ലൊക്കേഷൻസ് കവർ ചെയ്ത് ഒരുപാട് ഡയറക്ടർമാരുടെ ഒരുപാട് ആക്ടേഴ്സിനോട് അവരുടെയൊക്കെ ജീവൻ ഒരു പുസ്തകമാക്കാൻ പറ്റും. കാരണം ഒരുപാട് കഥകളുണ്ട്. ഇപ്പം നമ്മൾ ലൈഫിൽ സ്റ്റോറീസ് പറയാൻ ഒത്തിരി കാണും. ഇവർക്കൊക്കെ ഓരോ ലൊക്കേഷനിലും ഓരോ എക്സ്പീരിയൻസ്, ഓരോ ആൾക്കാരെ പരിചയപ്പെടുന്ന സൗഹൃദങ്ങൾ, പിന്നീട് ആ സൗഹൃദങ്ങൾ നിന്ന് പോകാറുണ്ട്. പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്ന, പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, പുതിയ ടെക്നീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, ഇവർക്കിടയിൽ നിന്ന് പിരിഞ്ഞു പോയവർ, അവരുടെ ഓർമ്മകൾ ഒക്കെ പറഞ്ഞു വരുമ്പോൾ അവർക്കൊരു വലിയ ലൈഫ് സ്റ്റോറി ഉണ്ട്. കേൾക്കാനുള്ള ആഗ്രഹം പിഷാരടിക്കുണ്ട്. അയാളുടെ ഡയറക്ടറാണല്ലോ. ചിലപ്പം അങ്ങനെയൊക്കെ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ് ഡയറക്ടറായത്, ഡയറക്ഷനിലോട്ട് വന്നത്. ലോക സിനിമകളിൽ എണ്ണം പറഞ്ഞെടുക്കാവുന്ന ആക്ടേഴ്സ് ഒരാളാണ് മമ്മൂട്ടി. ഈ പ്രായത്തിലും അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. ചില പടങ്ങളൊക്കെ ഫ്ലോപ്പ് ആവുന്നുണ്ട്. ഒരു ആക്ടറിന്റെ ലൈഫിൽ വിജയമുണ്ട്, തോൽവിയുണ്ട്. മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു ബ്രാൻഡിങ് ഉണ്ട്. അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഫിലിംസ് അതൊന്നും ഒരിക്കലും അവസാനിക്കില്ല. മലയാളി ഉള്ളിടത്തോളം കാലം ഇവർക്കൊക്കെ എന്നൊരു സ്ഥാനമുണ്ട്. മമ്മൂട്ടി മോഹൻലാൽ ഇവരുടെ പടങ്ങൾ പൊട്ടിയാലും വിജയിച്ച പടങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഈ ഫാൻസ് എപ്പോഴും അയാളുടെ അത് പൊട്ടിയില്ലേ, ഇയാളുടെ ഇത് പൊട്ടിയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മമ്മൂട്ടിയുടെ ഫാൻസും മോഹൻലാൽ ഫാൻസും തമ്മിൽ അടിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നടനെ ഒരിക്കലും നമ്മൾ അദ്ദേഹത്തിൻ്റെ പരാജയപ്പെട്ട പടങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബൊറോസ് എന്ന് പറയുന്ന പടം മോഹൻലാലിൻ്റെ നമുക്കറിയാം. പടം ഒരുപാട് പോരായ്മകളുണ്ട്. പക്ഷേ എംബ്രാൻ വരുന്നതോടുകൂടി ബൊറോസ് എന്ന സാധനം സൈഡായി. നമ്മളെല്ലാവരും ഈ പറയുന്ന വിമർശിക്കുന്നവരൊക്കെ തന്നെ തിയേറ്ററിൽ പോയി കാണും. അത്രേ ഉള്ളൂ. ആ പരാജയത്തിൻ്റെ ഒരു ലൈഫ് അത്രേ ഉള്ളൂ. ഒരു നല്ലൊരു പടം മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ ഈ പരാജയപ്പെട്ട സാധനങ്ങൾ തയ്യാറായി. ജനം എപ്പോഴും നല്ല സിനിമകൾ അംഗീകരിക്കുന്നവരാണ്. പിന്നെ ചില ആൾക്കാരുണ്ട് എന്ത് കണ്ടാലും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹു കേഴ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ടേക്ക് കെയർ.